മൈ ഫാമിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും ഗപ്പി വളർത്തലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി മുതൽ ഗപ്പി വളർത്തിയിട്ട് വിൽപ്പന നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്കണം എന്നുള്ള ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൻ്റെ പുറത്ത് നമ്മൾ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ലൈസൻസ് നിർബന്ധമാണെന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 13/8/2020 നമ്മൾ എന്ത് ചെയ്ത് പൊന്നാനി ഫിഷറീസ് ഓഫീസിൽ നമ്മൾ ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചില സുഹൃത്തുക്കൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അപ്ഡേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് ലൈസൻസ് കിട്ടിയോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് ഉള്ളതെന്നും അതുപോലെ തന്നെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത്, അതായത് നമുക്ക് ലൈസൻസ് കിട്ടിയോ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഗപ്പി ഫാമിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ടോട്ടലി മത്സ്യക്കുഞ്ഞുങ്ങളെ വിപണനം നടത്തുന്ന മറ്റു കർഷകർ നമുക്കിടയിലുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ, ലൈസൻസ് എടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെന്നുള്ള അറിയില്ല. അതുപോലെ തന്നെ ഗപ്പി ഫാമിങ്ങിൽ നമ്മൾ ഫിഷറീസുമായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്തുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയത് അന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിനോട് കൂടെ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കാൻ പോകുന്നത്. നമ്മൾ 13/8/2020 നമ്മൾ ഇതിൻ്റെ ഫിഷറീസിൽ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരു ഫോം ഉണ്ടായിരുന്നു. ആ ഫോം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത് ലൊക്കേഷൻ മാപ്പ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, പിന്നെ ആരുടെ പേരിലാണോ ഈ ലൈസൻസിന് അപേക്ഷിക്കാൻ പോകുന്നത് അയാളുടെ ആധാർ കാർഡ്, ID കാർഡ് എന്തെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസ് അടച്ച റെസിപ്റ്റ് ഉണ്ട്, ആ ഫീസ് അടച്ച റെസിപ്റ്റ്, പിന്നെ അത് കൂടാതെ വെക്കേണ്ട ഒരു സംഭവമാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആരുടെ പേരിലാണോ ലൈസൻസ് എടുക്കാൻ പോകുന്നത് അയാളുടെ പേരിലല്ല ഭൂമി എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റെൻ്റ് അഗ്രിമെൻറ്റ് ഉണ്ടാക്കേണ്ടി വരും. ആ ഒരു കാര്യം കൂടി അതിൽ വെക്കേണ്ടി വരും. പിന്നെ കൂടുതലായിട്ട് ഈ ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ പഞ്ചായത്തിന് കീഴിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിലോ ഒക്കെ ആയിട്ട് ഫിഷറീസിൻ്റെ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരുണ്ടായിരിക്കും. ആ പ്രൊമോട്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു, നമുക്കൊരു പ്രൊമോട്ടർ ഉണ്ട്, പുള്ളി നമ്മൾ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഫിഷറീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് തിരക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അപ്ഡേഷൻ എന്താ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പ്രൊമോട്ടർ നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം, കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊമോട്ടർ ഒരിക്കൽ നമ്മുടെ ഫാം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പോയി. അതല്ലാതെ മറ്റ് അപ്ഡേഷന് കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മൾ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ അതൊക്കെ കുറച്ച് ഡിലേ വരുവിക്കാരം. നമ്മുടെ തയ്യാറാക്കിയിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് അത്യാവശ്യം പേജുകളുണ്ട് കേട്ടോ. ഇതെങ്ങനെ തയ്യാറാക്കി എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗപ്പി ഫാമിൻ്റെ പേരാണ്. കുറ്റൂർ ഗപ്പി ഫിഷ് ഫാം നമ്മൾ പേരിട്ടുള്ളത്. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തൊരു പേരിടുക എന്നുള്ളൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലൈസൻസിന് വേണ്ടിയിട്ട് ഈ പേര് ഇരുന്നോട്ടെ എന്ന് വെച്ച്, കാരണം മൈ ഫാമിംഗ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗപ്പിയുമായിട്ടുള്ള ഇല്ലാത്തൊരു പേരായിട്ട് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേരിട്ടുള്ളത്. പിന്നെ ഇങ്ങനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അവൻ തന്നെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഈ ഫസ്റ്റ് പേജിൽ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തുള്ളത്. പ്രോജക്റ്റ് റിപ്പോർട്ട്, പിന്നെ പ്രൊമോട്ടഡ് ബൈ, നമ്മുടെ പേര്, അതുപോലെ തന്നെ ഇമെയിൽ ID, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത്, പിന്നെ സെക്കൻഡ് പേജിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തുള്ളത്. ഈ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ പ്രൊമോട്ടർ ആൻഡ് മാനേജ്മെൻറ്റ്, സ്കോപ്പ് ആൻഡ് മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ, അങ്ങനെ കുറേ സാധ്യതകൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഗപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ, പിന്നെ ഫാമിങ്ങിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, ഹെൽത്ത് ആൻഡ് ഡിസീസ് ഓഫ് ഫിഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ മാർക്കറ്റിംഗ്, എക്കണോമിക്സ് എങ്ങനെയാണ്, കൺക്ലൂഷൻ, ഇതാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ടോട്ടൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് ഏത് മാർഗ്ഗത്തിൽ വേണമെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാം. ഇനി കൈകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിയിലാണെങ്കിലും മലയാളത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം വെച്ചിട്ടായിരുന്നു. പക്ഷേ ഒന്നും കൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് കുറച്ച് സുഹൃത്തുക്കളെ മുഖേന നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തത്. ഇത് എത്രത്തോളം സക്സസ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടാണെന്ന് നമുക്കറിയില്ല. അതൊക്കെ ഇത് ഇനി വായിക്കുന്ന ആളുകൾക്ക് കാണുന്ന സമയത്ത് നമുക്കിത് വിലയിരുത്താൻ പറ്റില്ല എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് കാര്യങ്ങളുള്ളത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റ് സമ്മറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോജക്റ്റ് സമ്മറിയിൽ ഓണർഷിപ്പ്, അതുപോലെ തന്നെ നെയിം, ആക്ടിവിറ്റി, ലാൻഡ്, ഫിക്സഡ് ക്യാപിറ്റൽ കോസ്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുകൂടാതെ അടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട്, ഈ സംഭവങ്ങൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് പിന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ.
ഇതിൽ അത്യാവശ്യം പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് അവന് നമ്മളോട് സിയക്കാരൻ നമ്മളോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുത്ത് ഡീറ്റെയിൽ കൊടുത്ത്, പിന്നെ അത് കൂടാതെ കുറച്ച് സംഭവങ്ങളൊക്കെ അവന് ഇൻ്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് സംഭവം വെച്ചിട്ടുള്ള സംഭവം തോണ്ടത്. അപ്പോൾ നമ്മൾ അറിയാവുന്ന രീതിയിൽ ഉള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പരിമിതി ഉണ്ട് വായിച്ച് മനസ്സിലാക്കാൻ. എങ്കിലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നെറ്റ് നിർത്തൽ കുറച്ച് ഡീറ്റെയിൽ അതിലുണ്ട്. ഇതൊക്കെയാണ് പ്രോജക്റ്റ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളോട് ഹെൽപ്പ് ചോദിച്ചിട്ട് അങ്ങനത്തെ രീതിയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് മനസ്സിലാക്കാം. ലൈസൻസിന് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഫോമിൻ്റെ കൂടെ വെക്കേണ്ട 5 പ്രധാനപ്പെട്ട രേഖകളായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് റിപ്പോർട്ടിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രോജക്റ്റ് റിപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതോ ബാക്കി അതിൻ്റെ ഫ്യൂച്ചർ പരിപാടികൾ എന്തൊക്കെയെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ രേഖാമൂലം ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുമായിട്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിവരങ്ങൾ തേടാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ, അതായത് ചെറിയ കുട്ടികളടക്കം ഇപ്പോൾ 10ാം ക്ലാസ് +2 ഇങ്ങനെയുള്ള പഠിക്കുന്നവരടക്കം പല സുഹൃത്തുക്കളും ഗപ്പി ഫാമിങ്ങിൽ നല്ല രീതിയിൽ തന്നെ ഗപ്പി ഫാമിങ് ചെയ്തിട്ട് തെറ്റില്ലാത്ത രീതിയിൽ വരുമാനം കണ്ടെത്തുന്ന സുഹൃത്തുക്കളുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ, കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷനൊക്കെ തന്നെ അധികം ആൾക്കാർ വീട്ടിലിരിക്കുകയാണ്. ഓൺലൈനായിട്ടാണ് നമ്മൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ ഫുൾ ടൈം ഫാമിംഗ് എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളോടാണ്, ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മുമ്പിലുള്ള ഉത്തരവാദിത്വം. അത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഫാമൊക്കെ വിപുലീകരിക്കാനും പിന്നെ എത്രയും സമയം കെടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ നമുക്കൊക്കെ നല്ല രീതിയിൽ നല്ല മികച്ച ഫാർമർമാരെ ആവാൻ കഴിയും. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കേണ്ട സമയത്ത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭാവിയിൽ അത് ഉപകരിക്കുള്ളൂ. നമ്മുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്താണ് ഇതിന് ശരി നമ്മൾ പല സുഹൃത്തുക്കളോട് സഹായം ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ആൾക്കാരോടും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ച് എങ്ങനെ ചെയ്യുക, എന്താ ചെയ്യുക. ഇത് മാത്രമല്ല, നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ജീവിതത്തിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 2004 നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങണേ. അപ്പോൾ ഇറങ്ങി ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ജീവിതത്തിൽ പല സമയത്തും നമ്മൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ പല സമയത്തും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മനസ്സ് തൊട്ട് പറയുന്നത്, നമ്മൾ വെച്ചാൽ പഠിക്കേണ്ട സമയത്ത് നമ്മൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഈ സമയത്ത് നമ്മുടെ ഉത്തരവാദിത്വം പഠിക്കുക എന്നുള്ളതാണ്. ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മികച്ച ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ മുതൽക്കൂട്ടായിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാവരും ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്ത് വാഹിദിനും അതുപോലെ തന്നെ ഫക്രുദ്ദീനും തേടിയിട്ട് നമ്മൾ പോയ സമയത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. മുമ്പ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ പരിസരത്താണ് ഇവരുടെ വീടുള്ളത്. അപ്പോൾ ഇവരെ തിരഞ്ഞ് അങ്ങോട്ട് പോയ സമയത്ത് നമ്മളെന്ത് ചെയ്ത് പഠിച്ച സ്കൂളിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. സ്കൂളൊക്കെ ഇപ്പോൾ അടവാണ്, പക്ഷേ ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് നമ്മളെന്ത് ആ ഗ്രൗണ്ടിൻ്റെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചിത്രീകരിച്ച സ്കൂളിൻ്റെ കുറച്ച് കാഴ്ചകളുണ്ട്, അതാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പണ്ടെപ്പോഴോ നമ്മൾ എഴുതി വെച്ചുള്ള കുറച്ച് വരികളുണ്ടായിരുന്നു. അപ്പോൾ ആ വരികൾ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാമെന്ന് വിചാരിച്ച്. ആരും ബോറടിപ്പിക്കില്ല. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ. അറിവിൻ്റെ ലോകത്ത് അറിവിനായി വന്ന നാം അറിയാതെ തമ്മിൽ കണ്ടുമുട്ടി. അകലുമ്പോൾ അറിയുന്നു നാം എന്ന സൗഹൃദം, എന്തിനു നാം തമ്മിൽ കൂട്ടുകൂടി. ഒരു മഴമേഘമായി മാനം കറുത്തപ്പോൾ ആദ്യമായി നീ എന്നരികിൽ വന്നു. അന്നു പെയ്ത മഴയിൽ തോരാ കുടയുമായി അരികിൽ നീ എന്നരികിൽ.